everyone, welcome back to Aptics Academy. ഇപ്പോൾ നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സെമസ്റ്റർ 1 ഒരു പേപ്പർ ആയിട്ടുള്ള ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സാണ്. സോ ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഫസ്റ്റത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ബാക്കിയായിട്ടുള്ള യൂണിറ്റ് 2 ആണ് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഈ ഒരു യൂണിറ്റാണ് നമ്മൾ ഇന്ന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്തത് കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോയിലേക്ക് വരിക. ആൻഡ് നിങ്ങളുടെ സജഷൻസും കോമൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തന്നെ അറിയിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ സബ്ജക്റ്റുകളോ അല്ലെങ്കിൽ ഈ ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. സോ നോക്കുക, ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഈ ഒരു പിക്ചർ ഒന്ന് നോക്കിക്കേ, നമുക്ക് കാണാം കുറച്ച് പേരൊരു സൈഡിലാണ് നിൽക്കുന്നത്, വേറെ ഒരാൾ മറ്റൊരു സൈഡിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഒരു വാളുണ്ട്, അതായത് ഒരു തടസ്സമുണ്ട്. ഇത് തന്നെയാണ് ബാരിയർ. നമുക്ക് എന്താണ് ബാരിയർ എന്ന് നോക്കാം. Barriers of communication. A communication barrier can be anything that restricts or hinders communicators from delivering the correct message to the right person at the right time. അതായത് കമ്മ്യൂണിക്കേഷൻ ബാരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം അത് കമ്മ്യൂണിക്കേറ്ററിൻ്റെ മെസ്സേജിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ ആയിരിക്കുമല്ലോ കമ്മ്യൂണിക്കേഷൻ മിക്കവാറും നടക്കുന്നത്. അപ്പോൾ ആ നടക്കുന്നതിന് ഇടയിൽ വരുന്ന എന്തൊരു തടസ്സത്തിനെയാണ് നമ്മൾ ബാരിയർ എന്ന് പറയുന്നത്. അത് കാരണം റൈറ്റ് പേഴ്സണിന് റൈറ്റ് ടൈമിൽ സാധനങ്ങൾ ലഭിക്കാതെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ മെസ്സേജ് ലഭിക്കാതെ പോകുന്നുണ്ട്. ഇൻ എ വർക്ക് പ്ലേസ് ദ ഇൻഫർമേഷൻ ദാറ്റ് ഈസ് പാസ്ഡ് ഫ്രം എ സെൻഡർ ടു എ റിസീവർ ടെൻസ് ടു ബി ഒബ്സ്ട്രക്റ്റഡ് ബൈ എ നമ്പർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ്. ഒരു വർക്ക് പ്ലേസിലാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻഫർമേഷൻ ഒരു സെൻഡറിൽ നിന്നും ഒരു റിസീവറിലേക്ക് എത്തുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. ബിസിനസ് കോണ്ടെക്സ്റ്റിലാണെന്നുണ്ടെങ്കിലോ കമ്മ്യൂണിക്കേഷൻ ഫെയിലിയേഴ്സ് ആർ കോമൺലി സൈറ്റഡ് ബൈ ദ മാനേജേഴ്സ് ആസ് വൺ ഓഫ് ദിയർ മോസ്റ്റ് സീരിയസ് ചാലഞ്ച്. ഈ മാനേജേഴ്സൊക്കെ പറയുന്നത് ബിസിനസ് കോണ്ടെക്സ്റ്റുകളിൽ അവർ ഏറ്റവും വലുതായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഇടയിൽ വരുന്ന ഈ ഒരു ബാരിയറുകളാണ്, അല്ലെങ്കിൽ നല്ല രീതിയിൽ മെസ്സേജ് അടുത്ത ആളിലേക്ക് എത്താത്തതാണ് അവർ കാണുന്ന ഒരു സീരിയസ് ചാലഞ്ച് എന്ന് പറയുന്നത്. ഇനി കുറച്ച് ബാരിയേഴ്സിനെ നമുക്ക് പഠിക്കാം. അത് കഴിഞ്ഞിട്ട് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനും നമുക്ക് പഠിക്കാം കേട്ടോ. ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ സൈക്കോളജിക്കൽ ബാരിയേഴ്സ്, ഇമോഷണൽ ബാരിയേഴ്സ്, ഫിസിക്കൽ ബാരിയേഴ്സ്, കൾച്ചറൽ, ഫിസിയോളജിക്കൽ, ഓർഗനൈസേഷണൽ, സെമാൻറ്റിക്. അപ്പോൾ ഓരോന്ന് എന്താണെന്ന് നമുക്ക് നോക്കാം. സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ഞാൻ സ്ക്രീനിൽ എഴുതിയിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് ചിലപ്പോൾ വായിക്കില്ല, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. അതിൻ്റെ എക്സ്പ്ലനേഷൻ മാത്രം തരാം, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ലെങ്തിയർ ആവാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് കൂടുതലായിട്ട് ഇംഗ്ലീഷ് ഉപയോഗിക്കണം എന്നുള്ള ഒരു അഭിപ്രായം വന്നതുകൊണ്ടാണ് നമ്മൾ എക്സ്പ്ലനേഷൻ കൂടെ ആ രീതിയിലേക്ക് മാറ്റുന്നത്. ആൻഡ് ഇഫ് ദർ ഈസ് എനി ഡിഫിക്കൽറ്റി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ഐ ഇൻക്ലൂഡ് മോർ മലയാളം. ഓക്കെ, സോ എന്താണ് സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എന്ന് നോക്കാം. So that is, a number of mental and psychological issues might make it difficult to communicate effectively. So people will have struggle with depression, phobia, speech issues, stage fright. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വ്യക്തികൾക്ക് ഉണ്ടാവും. ഈ കാരണവശാൽ ചിലപ്പോൾ ഇഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കില്ല. അപ്പം പറയുന്നത് എന്താണ്, സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നമ്മുടെ പേഴ്സണലി നമുക്കുണ്ടാകുന്ന ഡിപ്രഷൻ, ഫോബിയ, സ്പീച്ച് ഇഷ്യൂസ്, ഇതൊക്കെ കാരണം ഇപ്പോൾ സ്റ്റേജിലേക്ക് നമ്മളെ സംസാരിക്കാൻ വിളിക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുമ്പോൾ ദേ വിൽ ബി ഹാവിങ് എ സർട്ടൻ കൈൻഡ് ഓഫ് ഫിയർ, സോ ദാറ്റ് ദേ കൻ നോട്ട് ഡെലിവർ ദ സ്പീച്ച് കറക്റ്റ്ലി, അല്ലെങ്കിൽ നല്ല രീതിയിൽ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. സോ അറ്റ് ടൈംസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാം. അതുകൊണ്ട് തന്നെ എഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കില്ല. സോ ദിസ് ഇസ് കോൾഡ് സൈക്കോളജിക്കൽ ബാരിയേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിക്കേ, എന്താണ് ഇമോഷണൽ ബാരിയേഴ്സ്. സോ വാട്ട് ഈസ് ഇമോഷണൽ ബാരിയേഴ്സ്? എല്ലാവരുടെ ഇമോഷനും ഒരേപോലെ ആയിരിക്കില്ല അല്ലേ. നമുക്ക് ഹാപ്പി ആയി നിൽക്കുന്ന സമയം ഉണ്ടാവും, ടെൻസ്ഡായി നിൽക്കുന്ന സമയം ഉണ്ടാവും, സങ്കടത്തിൽ നിൽക്കുന്ന സമയം ഉണ്ടാവും, ദേഷ്യത്തിൽ നിൽക്കുന്ന സമയം ഉണ്ടാവും. സോ അക്കോർഡിംഗ് ടു അവർ ഇമോഷൻ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളിലും വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അതും ഒരു ബാരിയറായിട്ട് ആക്ട് ചെയ്തിരിക്കാം. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ റിക്വയർസ് ഇമോഷണൽ മെച്യൂരിറ്റി വിച്ച് ഓൺലി സം പീപ്പിൾ പൊസസ്. ചില ആളുകൾ മാത്രമേ അത് പൊസസ് ചെയ്യുന്നുള്ളൂ. എങ്ങനെയാണ്? പുട്ടിങ് ഇറ്റ് അനദർ വേ, ദോസ് ഹു അലൗ ദ emotions to rule them will encounter some challenges. നമ്മുടെ ദേഷ്യം അതുപോലെ സങ്കടം ഇതൊക്കെ നമ്മൾ റൂൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നമുക്ക് വലിയൊരു ചലഞ്ചായിട്ട് മാറുന്നുണ്ട്.
ഫോർ എക്സാമ്പിൾ ഇൻ സം സിറ്റുവേഷൻസ് വി മേ ഫീൽ എ കൈൻഡ് ഓഫ് ആങ്കർ അല്ലെങ്കിൽ ഒരു ഇംപേഷ്യൻസ് ഒക്കെ നമുക്ക് ചില സമയത്ത് ഫീൽ ചെയ്യാം. അപ്പോൾ ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു പെർട്ടിക്കുലർ ടൈം ആണെന്നുണ്ടെങ്കിൽ വി മേ ഫെയിൽ, അവിടെ ഫെയിൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്താ, നമ്മളുടെ ഇമോഷൻസ് നമ്മൾ റൂൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു കമ്മ്യൂണിക്കേഷൻ ഫെയിലിയർ ആണല്ലോ. സോ ഇതിനെയാണ് നമ്മൾ ഇമോഷണൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ഫിസിക്കൽ ബാരിയർ. ഫിസിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മറ്റീരിയൽ അവിടെ ഉണ്ട്, അതിനെയാണ് ഫിസിക്കൽ ബാരിയർ എന്ന് പറയാം. ഇനി എന്താണ് ഫിസിക്കൽ ബാരിയർ എന്ന് നോക്കാം. They consist of barriers such as noise, defective communication devices, enclosed cabins, etc. അതായത് എന്തെങ്കിലും ശബ്ദങ്ങൾ, നോയ്സ് എന്ന് പറഞ്ഞ സൗണ്ട് അല്ല കേട്ടോ, നോയ്സ് എന്ന് പറഞ്ഞാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ശബ്ദങ്ങളെയാണ് നമ്മൾ നോയ്സ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അൺവാണ്ടഡ് ആയിട്ടുള്ള നോയ്സ് വന്നാൽ അവിടെ ഒരു ഫിസിക്കൽ ബാരിയറാണ് വരുന്നത്. അതായത് എക്സ്റ്റേണലി വരുന്ന ഒരു ബാരിയറാണ്, നമ്മുടെ അകത്ത് നിന്ന് വരുന്ന അല്ലല്ലോ, അത് പുറത്ത് നിന്ന് വരുന്ന ഒരു ബാരിയറാണ്. അതുപോലെ തന്നെയാണ് ഡിഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് മൊബൈൽ ഫോണിലാണെന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോണിനുള്ള എന്തെങ്കിലും കംപ്ലയിൻറ്റോ റേഞ്ച് ഇഷ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്റ്റേണൽ factors ആണ്. അപ്പോൾ this factors will also affect our communication, so it is called physical barriers. In a large ഓഫീസ് എന്നുള്ളതാണ് കേട്ടോ അത്. ഇൻ എ ലാർജ് ഓഫീസ് ദർ മേ ഒക്കേഷണലി ബി സിഗ്നിഫിക്കൻറ്റ് ഫിസിക്കൽ ഇംപെഡിമെൻറ്റ്സ് ടു ഗുഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് എംപ്ലോയീസ് ഡ്യൂ ടു ഫിസിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. സോ ഇത്രയും കാര്യങ്ങളാണ് ഫിസിക്കൽ ബാരിയേഴ്സിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ഇസ് കൾച്ചറൽ ബാരിയർ. എന്താണ് കൾച്ചറൽ ബാരിയർ? ഒരു ലാർജ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ദേ മേ ഹാവ് കൊളീഗ്സ് ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്ന് വരുന്ന ആളുകൾ ഉണ്ടാകുമ്പോൾ തന്നെ ഡിഫറെൻറ്റ് കൾച്ചർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് സോഷ്യോ റൂട്ട് എറ്റി എന്നല്ല, സൊസൈറ്റിയാണ് കേട്ടോ. ഇറ്റ്സ് എ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, സോ കറക്റ്റ് യുവർ സെൽഫ്. So in such situations, their clothing, their religion, their food and general behavior may differ greatly. So it is imperative that we consider these various cultures when we communicate. So when we are speaking അല്ലെങ്കിൽ we are communicating anything with them, we have to consider their culture too. അതായത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ അവരെ മൈൻഡ് ചെയ്യാതെ അവരെ കൾച്ചറിനെ മനസ്സിലാക്കാതെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ വി സെലിബ്രേറ്റ് ഓണം ഇൻ കേരള. പക്ഷേ നമ്മൾ ഈ കേരളത്തിലുള്ള ഓണം പോയിട്ട് മറ്റേതെങ്കിലും ഒരു, ഇപ്പോൾ ഇന്ത്യയിലാകുമ്പോൾ ഒരു ഒട്ടുമിക്ക ആളുകൾക്കും അതറിയാം. ബട്ട് എ പേഴ്സൺ ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യ നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓണത്തിനൊക്കെ ഉള്ളതുപോലെ നമ്മൾ കഥ അറിയുന്ന സമയത്ത് ദേ മേ നോട്ട് മനസ്സിലാകാൻ ചാൻസ് ഇല്ല. സോ അതുകൊണ്ട് അവരെ കൾച്ചറും കൂടെ കണക്കിലെടുത്തിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട്. ദിസ് ഇസ് വാട്ട് വി മീൻ ബൈ കൾച്ചറൽ സെൻസിറ്റിവിറ്റി. ഇതിനെയാണ് കൾച്ചറൽ സെൻസിറ്റിവിറ്റി എന്ന് പറയുക. And next line you can avoid. Okay, next one is physiological barrier. എന്താണ് physiological barrier എന്ന് പറയുന്നത്? Effective communication among the various channels of an organization may also be hampered by specific problems, illness or other limitations. അതായത് നമുക്ക് വരുന്ന എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ വോയിസിനുണ്ടാവുന്ന ഇടർച്ചയോ, ഇതൊക്കെ ഫിസിയോളജിക്കലി നമുക്ക് വരുന്ന പ്രശ്നങ്ങളാണ് അല്ലേ. ഇത് കാരണവും നമ്മുടെ ഒരു ബാരിയറായിട്ട് ഇതും ആക്ട് ചെയ്യാം. ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് എന്താണ്? സോ ദ ബാരിയേഴ്സ് റിസൾട്ടിങ് ഫ്രം ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, റൂൾസ്, റെഗുലേഷൻസ് ഒക്കെയാണ് നമ്മൾ ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. അതായത് ന്യൂമറസ് ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇംപെഡിമെൻറ്റ്സ് ക്യാൻ പ്രസൻറ്റ് ആസ് എ റിസൾട്ട്സ് ഓഫ് സുപ്പീരിയർ സബോർഡിനേറ്റ് ഇൻ്ററാക്ഷൻ. ഒരു സുപ്പീരിയർ സബോർഡിനേറ്റ് ഇൻ്ററാക്ഷനെ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണത് പ്രിവെൻറ്റ് ചെയ്യുന്നത്? കോംപ്ലക്സിറ്റി ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചേഴ്സ് ആൻഡ് ദ പ്രസൻസ് ഓഫ് ന്യൂമറസ് മാനേജേഴ്സ് ക്യാൻ ഒക്കേഷണലി മേക്ക് ഇറ്റ് ചലഞ്ചിങ് ടു കമ്മ്യൂണിക്കേറ്റ് ഐഡിയാസ് ക്ലിയർലി, റിസൾട്ടിങ് ഇൻ ഡിസ്റ്റോർട്ടഡ് ആൻഡ് മിസ്അണ്ടർസ്റ്റുഡ് ഇൻഫർമേഷൻ. അതായത് സുപ്പീരിയർ സബോർഡിനേറ്റ് ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മാനേജർ ഒരു ഓർഡർ സബോർഡിനേറ്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫെയിലിയർ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾ ഒരു മാനേജറാണ്, ആൾക്കൊരു സബോർഡിനേറ്റ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇപ്പം ഒരു ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്ന ഒരു സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ അതിലുള്ള ഒരു സുപ്പീരിയർ ആയിട്ടുള്ള ആൾ പറയുകയാണ് ഇന്ന ഡിസൈൻ ചെയ്യണം, അതിൽ ഇന്ന കളർ യൂസ് ചെയ്യണം എന്നുള്ളത്, ആ കളറിൻ്റെ സ്പെസിഫിക്കേഷൻ കറക്റ്റായിട്ട് ആൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ദർ വിൽ ബി എ കൈൻഡ് ഓഫ് ഡിസ്റ്റോർഷൻ. സോ ദിസ് ഈസ് കോൾഡ് ഓർഗനൈസേഷണൽ ബാരിയേഴ്സ്. ആൻഡ് വി ആർ മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് ബാരിയർ, ദാറ്റ് ഇസ് സെമാൻറ്റിക് ബാരിയർ. എന്താണ് സെമാൻറ്റിക് ബാരിയർ? ഈ സെമാൻറ്റിക് ബാരിയറിൻ്റെ മറ്റൊരു പേരാണ് ലാംഗ്വേജ് ബാരിയർ എന്നുള്ളത്. ഓക്കെ,
So we can understand it that semantic is a term which is used instead of language, അല്ലെങ്കിൽ ലാംഗ്വേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാക്കാണ് സെമാൻറ്റിക് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. മീനിങ് ആണ് കേട്ടോ. സോ ഇനഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ സെൻഡറും റിസീവറും തമ്മിലുള്ള ഇനഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് ഇങ്ങനെയുള്ള ബാരിയർ ഉണ്ടാക്കാനുള്ള കാരണമാകുന്നത്. സെൻഡറിൽ നിന്ന് വരുന്ന അൺക്ലിയറോ അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് ഇങ്ങനെയുള്ള സെമാൻറ്റിക് ബാരിയർ ഉണ്ടാവാനുള്ള കാരണമാകുന്നത്. ഒരു സെൻഡർ പറയുന്ന കാര്യം അൺക്ലിയർ ആവുകയോ അല്ലെങ്കിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് ഡെലിവർ ചെയ്യുന്നത് എങ്കിൽ അവിടെ സെമാൻറ്റിക് ബാരിയർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ലിംഗ്വിസ്റ്റിക് ബാരിയർ ക്യാൻ ഓൾസോ occur when an information is sent using technical words that the recipient does not understand. So if a person is using a technical word which is unfamiliar to the receiver, സെൻഡർ ഒരു അൺഫെമിലിയർ ആയിട്ടുള്ളൊരു വേർഡ് റിസീവർക്ക് കൊടുക്കുകയാണ്, അത് റിസീവർക്ക് അറിയില്ല അല്ലെങ്കിൽ റെസിപ്പിയൻറ്റിന് അത് അറിയില്ല എങ്കിൽ അവിടെ ഒരു ബാരിയർ ഉണ്ടാവുകയാണ്, കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആകുന്നില്ല. ബൈ ഫങ്ഷനിങ് ആസ് എ ബാരിയർ ടു ദ എഫിഷ്യൻറ്റ് കമ്മ്യൂണിക്കേഷൻ ഇറ്റ് കോസസ് അൺസർട്ടനിറ്റി ആൻഡ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ ദ സെൻഡർ ആൻഡ് റെസിപ്പിയൻറ്റ്. സോ അത്രയാണ് ബാരിയേഴ്സ് ഉള്ളത്. നൗ വി ക്യാൻ മൂവ് ഓൺ ടു our കമ്മ്യൂണിക്കേഷൻ പാർട്ട്. ഇനി കമ്മ്യൂണിക്കേഷൻ പാർട്ടിൽ നോക്കാം. ഇതിൽ നമുക്ക് ഒത്തിരി ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് പഠിക്കാനുണ്ട്. സോ ഐ വിൽ ബി ഡീലിംഗ് ഇറ്റ് വെരി ക്വിക്ക്ലി. ഓക്കെ, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നത് ഒരു സ്ട്രക്ചേർഡും സിസ്റ്റമാറ്റിക്കും ആയിട്ടുള്ള വേയിലാണ്. അതുകൊണ്ട് തന്നെ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ ചാനൽ വഴി, ചാനൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ മെസ്സേജ് പാസ് ചെയ്യുന്ന ഒരു പാത്തിനെയാണ് ചാനൽ എന്ന് പറയാം. ആ ഒരു പ്രോപ്പറായിട്ടുള്ള ചാനൽ വഴിയായിരിക്കും ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ എന്നും നമ്മൾ വിളിക്കാറുണ്ട്. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഇൻക്ലൂഡ്സ് കോൺവെർസേഷൻസ് ബിറ്റ്വീൻ സുപ്പീരിയറും സബോർഡിനേറ്റും തമ്മിലുള്ള കോൺവെർസേഷനാണ് ഈ ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാകുന്നത്. അതായത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഓഫീസ് സെറ്റപ്പുകളിലൊക്കെയാണ് ഉണ്ടാകുന്നത്. ഇവിടെ എന്താണ് മേക്കിംഗ് ഷുവർ, ഇവിടെ എന്ത് ചെയ്യും, നമ്മൾ ഉറപ്പ് വരുത്തും. എന്ത് കാര്യം, മെസ്സേജ് ആക്യുറേറ്റ് ആയിട്ടുള്ള രീതിയിൽ മറ്റാളിലേക്ക് എത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ കോൺവെർസേഷൻ ആണോ അവിടെ നടക്കുന്നത് എന്ന്. അങ്ങനെ ഒരു പ്രോപ്പർ കോൺവെർസേഷൻ നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ മാത്രമാണ് നമ്മളതിനൊരു ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. അത് എഫക്റ്റീവായെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ബിക്കോസ് ഓഫ് ദ ടൈം ഇറ്റ് സേവ്സ് ത്രൂ ദ സ്ട്രക്ചേർഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ദിസ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് സീൻ ആസ് എഫക്റ്റീവ്. ഇത് എഫക്റ്റീവായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം ടൈമിനെ സേവ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള എഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിത് ഒരു എഫക്റ്റീവ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണെന്ന് പറയാം. ഇനി അതിൻ്റെ എക്സാമ്പിൾസ് ആണ് റിപ്പോർട്ട്സ്, ജോബ് ഡിസ്ക്രിപ്ഷൻസ്, വർക്ക് ഓർഡേഴ്സ്, ഇൻഫർമേഷൻ അബൌട്ട് സെയിൽസ് ആൻഡ് ഇൻവെൻട്രീസ് എക്സെട്ര ആർ എക്സാമ്പിൾ ഓഫ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ദെയർ ആർ 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ സച്ച് ആസ് അപ്വേർഡ്, ഡൗൺവേർഡ്, വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ. അതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ നോക്കാം, വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ. വേർട്ടിക്കൽ കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾ ഇത്ര മാത്രം ഓർത്ത് വെച്ചാൽ മതി. വേർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്, മുകളിൽ നിന്ന് താഴേക്ക് അല്ലെങ്കിൽ താഴെ നിന്ന് മുകളിലേക്ക് നമ്മളൊരു ലൈൻ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് താഴേക്ക് ഒരു വര വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് വേർട്ടിക്കൽ എന്ന് പറയുന്നത്. ഇതേ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതിനെയാണ് വേർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ. അതായത് ഒരു സബോർഡിനേറ്റ് സുപ്പീരിയറിൻ്റെ അടുത്തൊരു കാര്യം പറയുകയാണെങ്കിലും ഒരു സുപ്പീരിയർ സബോർഡിനേറ്റിൻ്റെ അടുത്തൊരു കാര്യം പറയുകയാണെങ്കിലും ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതായത് ഒരു ഓർഗനൈസേഷൻ്റെ അകത്ത് മുകളിൽ നിന്ന് താഴേക്കുള്ള രീതിയിൽ ഒരാൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു താഴെ നിന്ന്, അതായത് ഒരു ഇൻഫീരിയർ ആയിട്ടുള്ള ആൾ, ഇൻഫീരിയർ എന്ന് പറയാൻ പറ്റില്ല, സബോർഡിനേറ്റ് ആയിട്ടുള്ള ഒരാൾ സുപ്പീരിയർ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് സംസാരിക്കുകയാണെങ്കിലും ഇങ്ങനെയുള്ള വേ ഓഫ് കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. So this type of communication takes place when information is passed from leaders, management or superiors to lower level employees. അല്ലെങ്കിൽ frontline employees may ask questions to bring up a concern to the higher authorities who then respond. അപ്പോൾ ഇതിനെയാണ് വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. നെക്സ്റ്റ് വൺ ഇസ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. ഇതെന്താണ് ഹൊറിസോണ്ടൽ? ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്, ലെഫ്റ്റ് ടു റൈറ്റ് അല്ലെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ് ഒരു വര വരയ്ക്കുന്ന രീതിയിലാണ് ഹൊറിസോണ്ടൽ. ഇതേ രീതിയിലാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അതായത് ഇൻസൈഡ് ആൻ ഓർഗനൈസേഷൻ വിൽ ഹാവ് സെവറൽ മെമ്പേഴ്സ്, ഒരേ റാങ്കിങ്ങിലുള്ള അല്ലെങ്കിൽ ഒരേ ലെവലിൽ നിൽക്കുന്ന ആളുകളുണ്ടാവും. ഇപ്പം 3-4 ഡിസൈനേഴ്സ് ഒരു സ്ഥാപനത്തിലുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഒരേ പൊസിഷൻ ആയിരിക്കും. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുമല്ലോ. ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനെയാണ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്.
സോ ഒരു ഓർഗനൈസേഷനിൽ ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷൻ എമംഗ് സ്റ്റാഫ് മെമ്പേഴ്സ്, ഒരേ ലെവലിലുള്ള സ്റ്റാഫ് മെമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ബെറ്റി ആൻഡ് കെയെ സംബന്ധിച്ചിടത്തോളം ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ ഒക്കേഴ്സ് ബിറ്റ്വീൻ വർക്കേഴ്സ് ജനറലി ഈക്വൽ ലെവൽസ് ഇൻ ആൻ ഓർഗനൈസേഷൻ എന്നാണ് പറയുന്നത്. അതായത് ഈക്വൽ ലെവൽ ഓഫ് വർക്കേഴ്സിനെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. Next one is diagonal communication. Diagonal communication is also known as എന്താണ് ഒരു ക്രോസ് വൈസ് കമ്മ്യൂണിക്കേഷൻ എന്നും വിളിക്കാറുണ്ട്. ഡയഗണൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ക്രോസ് പോലെ വരയ്ക്കില്ലേ, ഒരു തെറ്റ് എന്ന് ഇടുന്നത് പോലെ വരയ്ക്കില്ലേ, അതിനെയാണ് ക്രോസ് എന്ന് പറയുക. സോ ഒരു ക്രോസ് വൈസ് കമ്മ്യൂണിക്കേഷനും കൂടിയാണ് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ. അതായത് ഡയഗണലായിട്ടോ സിഗ്സാഗ് ആയിട്ടോ അവർ സംസാരിക്കും. എങ്ങനെയാണ്? ഇൻസൈഡ് എൻ ഓർഗനൈസേഷൻ ഇഫ് ദർ ഇസ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഇപ്പോൾ നമ്മളൊരു ജസ്റ്റ് ഒരു ഓർഗനൈസേഷൻ എടുക്കുകയാണ്. അവിടെ ഒരു ക്രിയേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, ഒരു കോണ്ടൻറ് റൈറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്രിയേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റും ഒരു ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. ഈ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ക്രിയേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിനോട് സംസാരിക്കുന്നതും അവർ തിരിച്ചിങ്ങോട്ട് സംസാരിക്കുന്നതൊക്കെ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിലുള്ള ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു മാനേജ്മെൻറ്റും അതുപോലെ തന്നെ സർട്ടൻ ടീമുമായിട്ട് സംസാരിക്കുന്നതും ഒരു ടൈപ്പ് ഓഫ് ഡയഗണൽ കമ്മ്യൂണിക്കേഷനാണ്. അതായത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സംസാരിക്കുന്നതിനെയാണ് നമ്മൾ ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ഹാവ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ. ഈ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കണം കേട്ടോ. അപ്പോൾ വേർട്ടിക്കൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സബോർഡിനേറ്റ് ടു സുപ്പീരിയർ, സുപ്പീരിയർ ടു സബോർഡിനേറ്റ്. ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ ഒരേ ലെവലുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. ഡയഗണൽ എന്ന് പറയുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ സംസാരിക്കുന്നത്. ഇനി അപ്വേർഡും ഡൗൺവേർഡും വരുന്നുണ്ട്, തൊട്ടടുത്ത് തന്നെ ഡൗൺവേർഡ് വരുന്നുണ്ട്. അപ്പോൾ ഇത് കമ്പയർ ചെയ്ത് പഠിക്കുക. അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് ഇഫ് സബോർഡിനേറ്റ്സ് speaks to their superiors. Okay, subordinates speak to their superiors, then it is called upward communication. Upward, താഴെ നിന്നും മുകളിലേക്ക്, upward മുകളിലേക്ക്. അപ്പോൾ താഴെ നിന്നും മുകളിലേക്ക് സബോർഡിനേറ്റ് സുപ്പീരിയേഴ്സിനോട് സംസാരിക്കുന്ന ടൈപ്പ് ഓഫ് ഇതിനെയാണ് നമ്മൾ അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഇപ്പോൾ കംപ്ലൈൻറ്റുകൾ. എന്തെങ്കിലും കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സബോർഡിനേറ്റ്സ് പറയാൻ, എന്തെങ്കിലും റിക്വസ്റ്റ്, കോമെൻറ്റ്, റിപ്പോർട്ടുകൾ, റിയാക്ഷൻസ്, ഐഡിയാസ്, ഇതൊക്കെ ഷെയർ ചെയ്യുന്നത് സബോർഡിനേറ്റ്സ് സുപ്പീരിയേഴ്സിനോടായിരിക്കും. ഇതിനെയാണ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്, താഴേക്കാണ് അല്ലേ, താഴേക്ക്, മുകളിൽ നിന്നും താഴേക്കാണ്. അതായത് സുപ്പീരിയർ ടു സബോർഡിനേറ്റ് ലെവലാണ്. ഇവരെന്തൊക്കെ കാര്യങ്ങളാണ് പറയുക, ഇൻസ്ട്രക്ഷൻ, എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ, ഓർഡർ ഉണ്ടെങ്കിൽ, പോളിസിയൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതൊക്കെ ഒരു ഓർഗനൈസേഷൻ അവിടെ ഹൈറാർക്കി ഫോളോ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവർ ഈ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് യൂസ് ചെയ്യും. സോ ദിസ് ഇസ് കോൾഡ് അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ. അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോൺ ഒഫീഷ്യൽ സ്റ്റൈൽ ഓഫ് കമ്മ്യൂണിക്കേഷൻസ്. ഹിയർ എ പേഴ്സൺസ് ഐഡിയ ഈസ് ഫ്രീലി കൺവേഡ് ബിറ്റ്വീൻ 2 or more people. അതായത് ഒരാൾക്കൊരു ഐഡിയ ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ട്, അത് ഒരു ഫോർമൽ ആയിട്ടുള്ള രീതിയിലുള്ള, അത് ഒഫീഷ്യൽ അല്ലാത്ത രീതിയിൽ, ഫ്രീ ആയിട്ടുള്ള രീതിയിൽ 2 or 3 പേര് ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതിനെയാണ് നമ്മൾ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഇതിൻ്റെ ഇടയിൽ ഒരു പ്രൊസീജിയേഴ്സ് ഇല്ല, ഫോർമാലിറ്റികളില്ല, സിസ്റ്റമോ ഒരു സ്ട്രക്ചറോ ഒന്നും ഇല്ലാതെ സംസാരിക്കുന്നതിനാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. So this types of informal communication takes place between friends, peers, family, club members. ഇവരൊക്കെ ഇടയിലാണ് ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് നടക്കാറുള്ളത്. സോ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ എറ്റിക്കറ്റ് എന്താണെന്ന് നോക്കാം. എറ്റിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, മര്യാദകൾ അല്ലേ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എറ്റിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എറ്റിക്കറ്റ് ഇസ് ഡിഫൈൻഡ് ബൈ ദ ഓക്സ്ഫോർഡ് ഡിക്ഷണറി ആസ് ദ കൺവെൻഷണൽ ഗൈഡ് ലൈൻസ് ഫോർ കണ്ടക്ട് ഇൻ പൊലൈറ്റ് സൊസൈറ്റി. ഇറ്റ് ഈസ് ട്രീറ്റിംഗ് വൺ അനദർ വിത്ത് റെസ്പെക്റ്റ്. ഒരാളെ റെസ്പെക്റ്റോട് കൂടി, പൊലൈറ്റായിട്ട്, നല്ല മാനേഴ്സോട് കൂടി ട്രീറ്റ് ചെയ്യുന്നതിനാണ് എറ്റിക്കറ്റ് എന്ന് പറയുന്നത്. An essential component of efficient business operations is the effective communication inside the workplace. ഒരു വർക്ക് പ്ലേസിനകത്തുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു എഫിഷ്യൻറ്റ് ബിസിനസ് ഓപ്പറേഷൻ്റെ കോമ്പണൻറ്റ് എന്ന് പറയുന്നത്. അതിനുള്ള ഒരു 9 പോയിൻറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
5, 6, 10ഓളം പോയിൻറ്റ്സ് ഇവിടെ 11ഓളം പോയിൻറ്റ്സ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? റെസ്പോണ്ടിങ് ക്വിക്ക്ലി, പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുക. എക്സ്പ്രസിങ് ഗ്രാറ്റിറ്റ്യൂഡ് പബ്ലിക്കലി, ഏറ്റവും പബ്ലിക്കായിട്ടുള്ള രീതിയിൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്താണ്? താങ്ക് യു അല്ലേ, നന്ദി പറയുക. ഇൻഫോമിങ് അതേഴ്സ്, മറ്റുള്ളവരെ വിവരം അറിയിക്കുക. അപ്പോളജൈസിങ് പബ്ലിക്കലി, എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ പബ്ലിക്കിൻ്റെ മുമ്പിൽ തന്നെ ക്ഷമ ചോദിക്കാം. മിക്കവാറും എന്താ ഉണ്ടാവുക? എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പേഴ്സണലായിട്ട് പോയി ക്ഷമ ചോദിക്കും. അതിന് പകരം പബ്ലിക്കായിട്ട് തന്നെ അപ്പോളജൈസ് ചെയ്യുക. ഡിസ്പ്ലേയിങ് പേഴ്സണൽ ഇൻറ്റഗ്രിറ്റീനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുക. ഇനി ഡിക്ലൈൻ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കോംപ്ലിമെൻറ്റ് ചെയ്യുക. കോംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നന്നായിട്ടുണ്ടെങ്കിൽ നന്നായി എന്ന് പറയുക. എൻകറേജിങ് അത് സപ്പോർട്ട് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും. അതുപോലെ തന്നെ നല്ല ഫീഡ്ബാക്കുകൾ രണ്ട് ഭാഗത്തേക്കും കൊടുക്കുക. മെയിൻറ്റെയിനിങ് പ്രോമിസസ്, ഇപ്പോൾ എന്തെങ്കിലും പ്രോമിസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രോമിസിനെ മെയിൻറ്റെയിൻ ചെയ്യുക, അത് പാലിക്കുക. അല്ലാതെ ജസ്റ്റ് ഒരു പ്രോമിസ് കൊടുത്ത് പോവുകയല്ല, അത് പാലിക്കണം. ബീയിങ് ട്രൂത്ത്ഫുൾ, കൈൻഡ് ആൻഡ് കോർട്ടിയസ്, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് സത്യസന്ധത പുലർത്തുക, കൈൻഡ് ആവുക, കോർട്ടിയസ് ആവുക. ഇത്രയുമാണ് അതിൽ വരുന്ന പോയിൻറ്റുകൾ. ഇനി നമുക്ക് ഓറൽ ഓർ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഇതെന്താണെന്ന് നോക്കാം. ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ ഖലാസ് ആവും. സോ ഓറൽ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഓറൽ ഓർ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഇതിലേതാണ് നല്ലത് എന്നുള്ളത് അവസാനം നിങ്ങൾ തന്നെ ഒരു തീരുമാനം എടുക്കുക കേട്ടോ. സോ ഞാൻ രണ്ട് കാര്യങ്ങളും പറഞ്ഞുതരാം. എന്താണ് ഓറൽ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ എന്താണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് നോക്കാം. So, when we are looking at oral communication, it is the process of sending messages or reports orally from the dispatcher to the receiver. ഒരാൾ മറ്റൊരാളിലേക്ക് ഓറലി, അതായത് വാക്കിലൂടെ കാര്യങ്ങൾ കൈമാറുന്നതിനെയാണ് ഓറൽ കമ്മ്യൂണിക്കേഷൻ. അല്ലാതെ നമ്മൾ ഈ സംസാരിക്കുന്നില്ല, ഇപ്പം മാം നിങ്ങളടുത്ത് സംസാരിക്കുന്നുണ്ട്, അപ്പോൾ ഈ സംസാരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഓറൽ കമ്മ്യൂണിക്കേഷനാണ്. ഞാൻ ഇതേ സമയത്ത് നിങ്ങൾക്ക് ഈ മാറ്റേഴ്സൊക്കെ എഴുതി കാണിച്ചു തരുന്നുണ്ട്, അതെന്താണ്? റിട്ടേൺ കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ സംസാരത്തിലൂടെയും എഴുത്തിലൂടെയും കാണിക്കുന്നുണ്ട്. So these are the two types of communication, oral and written. Written communications involve sending messages or informations in a written form to the recipient. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെ കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഓറൽ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഒരു ഇൻഫോർമൽ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിട്ടാണ് പറയുന്നത്. പ്രൈവറ്റ് ആയിട്ടും പബ്ലിക് കോൺവെർസേഷനിലും നമ്മൾ കൊണ്ടുവയ്ക്കാറുണ്ട്. പക്ഷേ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ കൂടുതലും ഒരു ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആയിട്ടാണ് കാണുന്നത് അല്ലേ. സ്കൂൾസിലും കോളേജസിലും ബിസിനസ് സെക്ടേഴ്സിലും ഒക്കെ കാര്യങ്ങൾ എഴുതിയാണ് കൊടുക്കാറുള്ളത്. ഫോമൊക്കെ ഫില്ല് ചെയ്താൽ കൊടുക്കുക. എന്തുകൊണ്ടാണ്? നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ പോരെ, പകരം നമ്മൾ ഫോം ഫില്ല് ചെയ്താൽ കൊടുക്കുന്നത്. കാരണം ഇറ്റ് ഈസ് മോർ ഫോർമൽ. അടുത്തത് എന്താണ്? റിട്ടൺ കമ്മ്യൂണിക്കേഷനെ വെച്ച് നോക്കുന്ന സമയത്ത് ഓറൽ കമ്മ്യൂണിക്കേഷന് റെക്കോർഡ് ഒരു ഡ്രാഫ്റ്റിംഗ് ഇല്ല. അതായത് ഇപ്പം ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോമിസ് തന്നു, നിങ്ങൾക്ക് ഞാനൊരു ചോക്ലേറ്റ് മേടിച്ച് തരാമെന്നുള്ളത്, ഇത് ഞാൻ പറഞ്ഞതാണ്, എൻ്റെ വാക്കുകൊണ്ട് പറഞ്ഞതാണ്. ഇതിനൊരു പ്രൂഫുമില്ല, ഒരു രേഖയുമില്ല. നിങ്ങൾ ഈ വീഡിയോ കാണിച്ചിട്ട് പറയണേ ഈ മാം ഇതിൽ പറഞ്ഞിട്ടുണ്ടെന്ന്, അങ്ങനെയുള്ള കാര്യങ്ങളല്ല പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ലൈവായിട്ടുള്ള സിറ്റുവേഷനിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇഫ് ഐ എം ഗിവിങ് എ പ്രോമിസ് ടു യു, എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ച് തരാമെന്നോ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അതിനൊരു റെക്കോർഡ് അല്ലെങ്കിൽ പ്രൂഫ് അവിടെ ഇല്ല. പക്ഷേ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ആ എഴുത്ത് അവിടെ തന്നെ ഉണ്ടാകും. പക്ഷേ നമ്മുടെ ഓറൽ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു മെറിറ്റ് ഉണ്ട്. എന്താണ് ആ മെറിറ്റ്? ഇൻഎക്സ്പെൻസീവ് ആണ് ഓറൽ കമ്മ്യൂണിക്കേഷൻ. അതായത് നമുക്ക് സംസാരത്തിന് എന്തെങ്കിലും പൈസ കൊടുക്കണം, നമ്മൾ വായ കൊണ്ട് സംസാരിക്കുന്നതിന് വി ഡോണ്ട് ഹാവ് ടു പേ amount, ബട്ട് അറ്റ് ദ സെയിം ടൈം ഫോർ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ വി നീഡ് സം കോസ്റ്റ്. കുറച്ച് പൈസ വേണം, കാരണം പെന്ന്, പെൻസിൽ, പേപ്പർ, ആ കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ വേണ്ടേ, അപ്പം അത് കുറച്ച് കോസ്റ്റ്ലിയാണ്. റിട്ടൺ കമ്മ്യൂണിക്കേഷന് ഫീഡ്ബാക്കിന് ഒരുപാട് ടൈം എടുക്കും. നമ്മളിപ്പോൾ ഒരു കത്ത് എഴുതി ഒരാളെ അറിയിക്കുന്ന സമയത്ത് നമ്മൾ എഴുതി അവിടെ എത്താനുള്ള ടൈമും അവിടുന്ന് അവർ കണ്ട് അത് മനസ്സിലാക്കി തിരിച്ചൊരു കത്ത് എഴുതി തിരിച്ചെത്താനുള്ള ഒരു ടൈം എടുക്കുന്നുണ്ട്. പക്ഷേ ഓരോ കമ്മ്യൂണിക്കേഷനിൽ ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ദ സ്പോട്ട്, അറ്റ് ദ വെരി ടൈം യു ക്യാൻ റെസ്പോണ്ട് ഇറ്റ് ടു മീ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ എളുപ്പമായിട്ട് നടക്കുന്നുണ്ട്. Main benefit of oral communication is that it enables a message to be communicated with appropriate pitch and tone. Oral communication ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഒരു ഫിലിമിൽ ബാംഗ്ലൂർ ഡേയ്സിലാണെന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബാംഗ്ലൂർ ഡേയ്സിലാണ്, വി ക്യാൻ സീ എ ലെറ്റർ റിട്ടൺ ബൈ Nivin Pauli's father to him, and in that letter he is writing some sort of things. മോനെ ഞാൻ പോവുകയാണ്, നാട് വിടുകയാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു കാര്യം എഴുതുന്നുണ്ട്. ഇത് വായിക്കുന്ന നിവിൻ പോളിക്ക് ആളുടെ ടോൺ ആദ്യം മനസ്സിലാവുന്നില്ല.
രണ്ടാമതും അത് റീഡ് ചെയ്യുന്ന സമയത്താണ് ഏത് ടോണിലാണ് ആൾ എഴുതിയത് എന്ന് മനസ്സിലാക്കുന്നത് അല്ലേ. ഇതേ രീതിയിലാണ് ഇഫ് ഐ എം സ്പീക്കിംഗ് ടു യു, ഞാൻ എന്തെങ്കിലും കാര്യം സംസാരിക്കുന്ന സമയത്ത് അതെടുക്കരുത് അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതെന്താ, അത് ദേഷ്യപ്പെട്ട ടോണിലാണ്, അതെടുക്കരുത് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സങ്കടത്തിൽ അതെടുക്കരുത്, അത് സന്തോഷത്തിലാണ്. അപ്പോൾ ആ ടോണ് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ എഴുതുന്ന സമയത്ത് അതെടുക്കരുത് എന്ന് എഴുതി കഴിഞ്ഞാൽ അത് ഏത് ടോണെന്നാണ് നമുക്ക് മനസ്സിലാകില്ല. അടുത്ത എന്താണ്, ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഓറൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന് കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. ക്ലാരിറ്റി, കൺസൈസ്നെസ് ആൻഡ് പ്രെസിഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു ഓറൽ കമ്മ്യൂണിക്കേഷന് വേണം. നമ്മൾ പറഞ്ഞ കാര്യം വ്യക്തതയോടും പ്രിസൈസായിട്ടും ചുരുങ്ങിയ രീതിയിലും എഴുത്തിനെ പോലെ നമുക്ക് വലിച്ചു നീട്ടി എഴുതാൻ സംസാരിക്കുന്ന സമയത്ത് പറ്റില്ല, കേട്ട് നിൽക്കാൻ ആളുകളെ കിട്ടില്ല. അതുകൊണ്ട് പ്രിസൈസായിട്ട് പറയണം. അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് കോംപ്ലിക്കേറ്റഡ് ലാംഗ്വേജ് യൂസ് ചെയ്യരുത്, കാരണം പെട്ടെന്ന് അത് മനസ്സിലാക്കില്ല. പക്ഷേ എഴുതുന്ന സമയത്ത് നമുക്കത് റീഡ് ചെയ്യാനുള്ളൊരു ചാൻസ് കിട്ടുന്നുണ്ട്, പറയുന്ന സമയത്ത് ആ ഒരു ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സിമ്പിളായിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യണം. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്നെസ് ആയിട്ടും ക്ലാരിറ്റിയോടും ആക്യുറസിയോടും കൂടെ നമ്മൾ എഴുതണം. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ മസ്റ്റ് ബി ഡീറ്റെയിൽഡ് ആൻഡ് ആക്യുറേറ്റ് ഇൻ ഓർഡർ ടു എൻഷുർ ദാറ്റ് ഇൻറ്റൻഡഡ് മെസ്സേജസ് കൺവേഡ്, ബിക്കോസ് ദർ ക്യാൻ ബി നോ റാപ്പിഡ് ഫീഡ്ബാക്ക്. ഇപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞ് നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് രണ്ടാമതും ചോദിക്കാനുള്ള ഒരു ചാൻസ് കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ എഴുതിയിട്ടാണ് ചോദിക്കുന്നത് എങ്കിൽ ഒരു സാധനം എഴുതി രണ്ടാമത് മനസ്സിലായിട്ടില്ല അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം എടുക്കുന്നില്ലേ, അതുകൊണ്ട് റാപ്പിഡ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് കിട്ടുകയില്ല. ഇനി റിട്ടൺ കമ്മ്യൂണിക്കേഷൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ലെറ്റേഴ്സ്, റിസർച്ച് പേപ്പേഴ്സ്, റിപ്പോർട്ട്സ്, മെമോസ് എക്സെട്ര. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയാനുള്ളത്. എല്ലാ ടോപ്പിക്കും ഇതിൽ വരുന്ന ഈച്ച് ആൻഡ് എവറിത്തിങ് ഐ ഹാവ് ഡിസ്കസ്ഡ് കംപ്ലീറ്റ്ലി. ഇഫ് യു ഹാവ് എനി സോർട്ട് ഓഫ് ഡൗട്ട് ഫീൽ ഫ്രീ ടു ആസ്ക് ഇൻ ദ കോമൻറ്റ് സെക്ഷൻ. ആൻഡ് നിങ്ങളുടെ സപ്പോർട്ട് ഏറ്റവും കൂടുതൽ അത്യാവശ്യമാണ്. സോ ഡു ഷെയർ ടു യുവർ ഫ്രണ്ട്സ്. ആൻഡ് നമ്മുടെ ക്ലാസ്സുകൾ ഏതെങ്കിലും പുതിയ സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ കോമൻറ്റ് ഇൻ ദ കോമൻറ്റ് സെക്ഷൻ. വിൽ ട്രൈ ടു do it very soon. So thank you so much. Thank you. Bye.